യൂറോ യു എസ് ഡി, NSD USD, USD CAD ഈ മൂന്ന് പേരുകൾ അടുത്ത ആഴ്ച ഏതൊക്കെ ഭാഗത്തോട്ടാണ് വർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത് നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ നോക്കുന്നത് യൂറോ യു എസ് ഡി ആണ്. യൂറോ യു എസ് ഡി നമ്മൾ എപ്പോഴും നോക്കുന്ന മാതിരി മന്ത്ലി ചാർട്ട് ഓപ്പൺ ആക്കുകയാണ്. മന്ത്ലി ചാർട്ടിൽ എവിടേക്കാണ് ബ്രേക്ക് സ്വീപ്പ് നമുക്ക് ആദ്യം നോക്കാം. മന്ത്ലി നമ്മൾ നോക്കുമ്പോൾ അവസാനത്തെ കുറച്ച് മാസങ്ങളെ മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേൽഭാഗത്ത് നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന രീതിക്കും കിട്ടിയിട്ടുമില്ല. സോ മാർക്കറ്റ് തീർച്ചയായിട്ടും മുകളിലോട്ട് പോകാനാണ് ചാൻസ് മന്ത്ലി വൈസ് നമ്മൾ നോക്കുമ്പോൾ. കാരണം നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ബോഡി ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. മേൽഭാഗത്ത് കാര്യമായിട്ടുള്ള ഒരു മേജർ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടില്ല. സോ നമ്മൾ എന്താ വീക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. വീക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഒരു അവസ്ഥ മാർക്കറ്റ് മേജർ ലിക്വിഡിറ്റി പോയിന്റ് ഒന്നും സ്റ്റിൽ എവിടെയും സ്വീപ്പ് ചെയ്തിട്ടില്ല. താഴ്ഭാഗത്ത് നല്ല രീതിയിൽ ബ്രേക്കും വന്നിട്ടുണ്ട്. നമ്മൾ ഡെയിലി നോക്കുന്നുണ്ട്. ഡെയിലി നോക്കുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡ് ക്യാൻഡിലൊക്കെ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് നല്ല ഡിമാൻഡ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഡിമാൻഡ് ക്യാൻഡിൽ നിന്നാണ് അടുത്തൊരു ഡിമാൻഡ് ക്യാൻഡിൽ, അടുത്തൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഡെയിലി ഒന്നും എൻട്രി എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 hour 4 hour നോക്കുമ്പോഴും നമുക്ക് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് തന്നെയാണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള എൻട്രി പോയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ 3 മണിക്കൂറിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള വീക്കിൽ നല്ലൊരു എൻട്രി പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ മാർക്കറ്റ് അവിടെ മിറ്റിഗേറ്റ് ചെയ്യാതെയാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിന് ഇപ്പോൾ 2 ഓപ്ഷനുള്ളത്. ഒന്നുകിൽ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ 3 മണിക്കൂർ ക്യാൻഡിൽ വന്നിട്ട് 3 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ വന്നിട്ട് മാർക്കറ്റിന് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് റിയാക്റ്റ് ആയിട്ട് ഏറ്റവും മുകളിൽ പോയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ലിക്വിഡിറ്റി പോയിന്റ്സും മാർക്കറ്റിന് എടുക്കാം. പക്ഷേ മാർക്കറ്റിന് ഇത്രയും താഴോട്ട് വരാതെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കാണുന്ന 3 hour 4 hour ഏതെങ്കിലും ഡിമാൻഡ് സോണെന്ന് മാർക്കറ്റിന് എന്ത് ചെയ്യാം, വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് അവിടെ നിന്നും റിയാക്റ്റ് ആവാം. സോ യൂറോസിൻ്റെ കേസിൽ എനിക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ്സ് തന്നെയുള്ളത്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ ഒരു ഡിമാൻഡ് സോൺ തന്നെയാണ്. നിൽക്കുന്ന ഏരിയ ഒന്നും മാർക്കറ്റിന് റിയാക്റ്റ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച 3 മണിക്കൂറിൻ്റെ സപ്ലൈ ഡിമാൻഡ് സോണൊന്നും മാർക്കറ്റിന് റിയാക്റ്റ് ആവാം. പക്ഷേ ഇനി അടുത്തൊരു എൻട്രി പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ഹൈ മാർക്കറ്റ് ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി നോക്കാം. ദെൻ നമുക്ക് TP വെക്കാൻ പറ്റിയ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഈ കാണുന്ന ലിക്വിഡിറ്റി പോയിന്റ്സ് എല്ലാം, മന്ത്ലിൻ്റെ വീക്ക്ലിൻ്റെ ലിക്വിഡിറ്റി പോയിന്റ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, TP ആയിട്ട് സെറ്റ് ചെയ്യാം. അടുത്തായി നമ്മൾ നോക്കുന്നത് USD CAD ആണ്. നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ മന്ത്ലി എന്നാണ് തുടങ്ങുന്നത്. മന്ത്ലി തുടങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് താഴോട്ട് വരുന്നതായിട്ട് കാണാം. അതായത് പ്രീവിയസ് ഉണ്ടാക്കിയ 2 വീക്കിനെ മാർക്കറ്റ് എന്തുണ്ട്, ബോഡി കൊണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും മാർക്കറ്റ് പ്രീവിയസ് ഉണ്ടാക്കിയ മന്ത്ലി ചാർട്ടിനെല്ലാം എന്താണ്, ബോഡി കൊണ്ട് ഒരു അപ് ട്രെൻഡിലോട്ടൊരു ബോഡി ബ്രേക്കും കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗത്തും ഉള്ള ലിക്വിഡിറ്റി പോയിന്റ് മാർക്കറ്റ് എന്തില്ല, സ്വീപ്പ് ചെയ്യാതെ എന്ത് ചെയ്തിരിക്കുന്നത്, ബോഡി ബ്രേക്കാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇപ്പോഴും എന്താണ്, മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റാണ്. നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഒരു ബുള്ളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിമാൻഡ് ക്യാൻഡിലോട്ട് വന്ന് ടച്ച് ചെയ്തിറങ്ങി പോകാൻ ചാൻസ് കൂടുതൽ. സോ നമുക്ക് അങ്ങനത്തെ ഒരു ക്യാൻഡിൽ വല്ല ഇവിടെ ഉണ്ടോ നോക്കാം. നമ്മൾ നോക്കുമ്പോൾ മന്ത്ലി തന്നെ എന്താണ്, ഒരു ഡിമാൻഡ് ക്യാൻഡിൽ ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഈ ഒരു ഏരിയ നിന്ന് എവിടെന്നെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ്സ് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മൾ വീക്കിലി നോക്കുകയാണ്. വീക്കിലി നോക്കുമ്പോഴും മാർക്കറ്റിൽ എന്താണ്, ഈ ഡിമാൻഡ് സോൺ നമ്മൾ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ വീക്കിലി ഡിമാൻഡ് സോൺ ഉണ്ട്. സോ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഡെയിലിയിലോട്ട് നോക്കാം. ഡെയിലിലോട്ട് നോക്കുമ്പോൾ എന്താണ്, ഓക്കെ, ഡെയിലിലോട്ട് നോക്കുമ്പോഴും ആ ഒരു ഏരിയ വാലിഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഡെയിലി വരെ എന്ത് ചെയ്യാം, നമുക്കൊരു സെൽ എൻട്രി ടാർഗറ്റ് അങ്ങനെ എൻട്രി എടുക്കാം. സോ നമുക്ക് നോക്കി വരാം. 4 hour നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ബോഡി ബ്രേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എന്താണ്, ഒരു ബോഡി ബ്രേക്ക് മാർക്കറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എൻട്രി എടുക്കാം. സോ മാർക്കറ്റ് ഇപ്പോൾ ലാസ്റ്റ് റിയാക്റ്റ് ആയിരിക്കുന്നത് ഈ കാണുന്ന സപ്ലൈ സോൺ എന്നാണ്. നമുക്ക് 2 hour 3 hour മാറ്റുമ്പോൾ നമുക്ക് എന്താണ്, വാലിഡ് ആയിട്ടുള്ള വേറൊരു സപ്ലൈ സോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ വാലിഡ് ആയിട്ടുള്ള സപ്ലൈ സോൺ ഉണ്ട്. സോ സെക്കൻഡ് ഓർഡർ ഫ്ലായിട്ട് കൺസിഡർ ചെയ്യാം. മാർക്കറ്റ് ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് എൻട്രി എടുക്കാം. TP എന്ന് പറഞ്ഞത് ഒരു സേഫ് TP ആയിട്ട് നമ്മൾ നേരത്തെ വരച്ച ഡിമാൻഡ് സോണിൻ്റെ എൻട്രി പോയിന്റ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. സോ ഏകദേശം ഒരു 200 പിപ്പോളം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ചയിൽ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു ഏരിയ മാർക്കറ്റ് ബോഡി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് NSD USD ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മന്ത്ലി നോക്കുകയാണ്. മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ താഴ്ഭാഗത്ത് നല്ലൊരു സ്വീപ്പ്, അതായത് മന്ത്ലിൻ്റെ മേജർ ലിക്വിഡിറ്റി പോയിന്റ് സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പ്രീവിയസ് മന്തിൻ്റെ ഹൈ മാർക്കറ്റ് ബോഡി കൊണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്. നമുക്ക് നോക്കാം ഏതുവരെ പോകാൻ ചാൻസ് ഉണ്ടെന്ന്. നമ്മൾ നോക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് ഒരു ഡിമാൻഡ് സോൺ, നമ്മൾ നോക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്ത് ഒരു സപ്ലൈ സോൺ വിത്ത് എഫിജിയോട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് മാർക്കറ്റിന് റിയാക്റ്റ് ആവാം. സോ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയാണ് ഈ കാണുന്ന ഒരു സപ്ലൈ സോൺ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി എക്സ്പെക്ട് ചെയ്യാം. അതായത് മന്ത്ലിയിലെ ചാർട്ട് നമ്മൾ നോക്കിയത്, നമ്മൾ വീക്കിലിയിൽ പോകുമ്പോഴോ ഡെയിലിയിൽ പോകുമ്പോഴോ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡിമാൻഡ് സോൺ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് എൻട്രി എടുക്കാം. വീക്കിലും ഡെയിലിയും എല്ലാം ഓൾമോസ്റ്റ് നമുക്ക് എന്താണ്, ഒരു ബുള്ളിഷ് മൊമെൻറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് എൻട്രി പോയിന്റ്സ് ഒന്നുമില്ല. 4 hour 3 hour നോക്കുമ്പോൾ നമുക്ക് എന്താണ്, ഓൾറെഡി ഈ ഭാഗത്ത് നിന്നൊക്കെ മാർക്കറ്റ് റിയാക്റ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഈ ഒരു ഭാഗത്തോട്ട് മാർക്കറ്റിന് വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ഹൈയിലാണ്. സോ ഈ ഒരു ഹൈ നമുക്ക് പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് മാർക്കറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്ത് നിന്ന് എൻട്രി എടുക്കാം. ഇപ്പോൾ നിലവിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ കാണുന്ന ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്, പക്ഷേ അത് ഓൾമോസ്റ്റ് മാർക്കറ്റ് എന്താണ് സ്വീപ്പ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു റിയാക്ഷനാണ് ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. സോ നിലവിൽ നമുക്ക് എന്താണ് ഒരു ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളോ മാർക്കറ്റ് തന്നിട്ടില്ല. ഈ കാണുന്ന ഹൈ ഒന്ന് മാർക്കറ്റ് ബോഡി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏതെങ്കിലും ഏരിയ നമുക്കൊരു എൻട്രി എടുത്ത് TP എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സപ്ലൈ സോൺസ് ഒരു വെക്കാം. ഈ 3 പേരുടെ നമ്മളുടെ ഒരു വ്യൂ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ ന്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ന്യൂസിൻ്റെയും ബാക്കി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യൂസ് ഒക്കെ മാറി വരാം. പിന്നെ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ റിസ്ക് എല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. മാത്രമല്ല തിങ്കളാഴ്ച ബാങ്ക് ഹോളിഡേയ്സ് ഒക്കെ വരുന്നതാണ്. സോ മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ചൊവ്വാഴ്ച മുതൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രികളെല്ലാം എക്സ്പെക്റ്റ് ചെയ്ത് തുടങ്ങാം. പക്ഷേ ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മാത്രം എൻട്രി എടുക്കാം.